ഹലോ ഓൾ വെൽക്കം ടു റൈസ് അപ്പ് ഡെയിലി എത്തിക്സ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. സോ ഇന്ന് ഡേ 9 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡേ 9 ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഷുഡ് ഇമ്പാർഷ്യൽ ആൻഡ് നോൺ പാർട്ടീഷ്യൻ ബി കൺസിഡർഡ് ഇൻഡിസ്പെൻസിബിൾ ക്വാളിറ്റി ടു മേക്ക് എ സക്സസ്ഫുൾ സിവിൽ സർവൻറ്റ്? ഡിസ്കസ് വിത്ത് ഇലിസ്ട്രേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. സോ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാർഷ്വാലിറ്റിയും അതുപോലെ തന്നെ നോൺ പാർട്ടിസൺഷിപ്പും ഇത് ഇൻഡിസ്പെൻസിബിൾ ആണോ? സിവിൽ സർവീസിനെ സംബന്ധിച്ചോളം ഒരു ക്വാളിറ്റി സിവിൽ സർവീസ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ എന്നുള്ളതാണ് ചോദ്യം ചോദിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് പറഞ്ഞത്, അതിന് ഇലിസ്ട്രേഷൻസ്, അതായത് അതിന് എക്സാമ്പിൾസ് ഒക്കെ എഴുതണം, അത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇമ്പാർഷ്വാലിറ്റിയും അല്ലെങ്കിൽ നോൺ പാർട്ടിസൺഷിപ്പിൻ്റെയും ക്വാളിറ്റി വെച്ചിട്ടാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനകത്ത് വൺ ഓഫ് ദ സേഫസ്റ്റ് ഓപ്ഷൻ ഫോർ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ വരിക. കാരണം ഇവിടെ ഡെഫിനിഷൻ വരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി എന്താണ് ഇമ്പാർഷ്വാലിറ്റി നോൺ പാർട്ടിസൺഷിപ്പിനെ പറ്റി സ്പെസിഫിക്കലി ചോദ്യം ചോദിച്ചതുകൊണ്ട് ഡെഫിനിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. ബോഡി പാർട്ടിലേക്ക് വരുന്ന ആൻസറിൻ്റെ വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്, സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇമ്പാർഷ്വാലിറ്റി ആൻഡ് നോൺ പാർട്ടിസൺഷിപ്പ് ഫോർ ദ സക്സസ്ഫുൾ ഓഫ് എ സിവിൽ സർവൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വേണം വരാൻ. അപ്പം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് വെരി റെലവൻറ്റ്, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ റെലവൻസ് എന്താണെന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഈസ് ദർ എനി ഇഷ്യൂസ് വിത്ത് റെസ്പെക്ട് ടു ഇമ്പാർഷ്വാലിറ്റി തന്നെ റിജിഡിറ്റി ആവുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ? ആൻഡ് യു ക്യാൻ ഓൾസോ റൈറ്റ് എ കൺക്ലൂഷൻസ്. ഓക്കെ, കൺക്ലൂഷൻ ഒരു നല്ല കോട്ട കൊടുത്ത് എഴുതാം. ഇനി ഈ ഒരു ഇൻട്രൊഡക്ഷന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സേഫ് ഓപ്ഷൻ എന്തുകൊണ്ടും ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, ഇത് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോട്ട് ബേസ്ഡ് ആയിട്ട് തുടങ്ങാം. ബട്ട് സേഫ് ഓപ്ഷൻ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇൻട്രൊഡക്ഷനിൽ എന്ത് ചെയ്യുന്നതാണ്, ഡിഫൈൻ ചെയ്യുന്നതാണ്. ഡെഫിനേഷൻ ഓൾറെഡി മോർണിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഡെഫിനേഷൻ വീണ്ടും ആൻസറിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നില്ല. റാദർ നമ്മൾ എന്താണ് ഇവിടെ വേറെ ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് കൂടുതൽ വാല്യൂഡേറ്റീവ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വേറെ ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ രീതിയിലാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യാം. അപ്പം ഇമ്പാർഷ്വാലിറ്റിയും അല്ലെങ്കിൽ നോൺ പാർട്ടിസൺഷിപ്പും നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എന്താ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും നിങ്ങൾ ഓൾറെഡി അറിയാം അല്ലേ. നോൺ ബയാസ്ഡ് ആയിട്ടിരിക്കുക, ഒരു നോ ഫേവറിസം ടു എനി പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു റിലീജിയനായിട്ടോ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയിട്ടോ അസോസിയേറ്റ് ചെയ്യാതെ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പാർഷ്വാലിറ്റി ആൻഡ് നോൺ പാർട്ടിസൺഷിപ്പ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് വി ഓൾറെഡി സ്റ്റഡിഡ്. ഇനി മോഡൽ ആൻസറിലേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ദ ഇയർ ഓഫ് ദ ലീഡർ മസ്റ്റ് റിംഗ് വിത്ത് ദ വോയിസസ് ഓഫ് ദി പീപ്പിൾ. അതായത് എന്തായിരിക്കണം, ഒരാളുടെ ചെവി അല്ലെങ്കിൽ സിവിൽ സർവൻറ്റിൻ്റെ ചെവി എപ്പോഴും എന്തിന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം, പബ്ലിക്കിന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. Truly effective administrator listen to all sections of society, not merely the political dominant or socially influential. In a diverse democracy like India, it requires recognizing and addressing the needs for marginalized minorities and dissenting voices with equal seriousness as the majority. So ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ്രോസ് വിൽസന്റെ ഒരു കോട്ട് എടുത്തിട്ട് ഈ കോട്ടും ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇൻട്രൊഡക്ഷൻ ഒരു ടൈപ്പ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു മെറ്റഫർ ടൈപ്പാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എ റെഫറി in a high stakes match, a successful civil servant treats every player, whether powerful or marginalized, by the same constitutional rules, upholding the laws with consistency. ഒരു റഫറി എങ്ങനെയായിരിക്കണം, റഫറി ഇമ്പാർഷ്യൽ ആയിരിക്കണം അല്ലേ. റഫറി എല്ലാ പ്ലെയേഴ്സിനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. അതുപോലെ ഒബ്ജക്റ്റീവ് ആയിട്ടായിരിക്കണം അയാൾ എന്ത് ചെയ്യേണ്ടത്, ജഡ്ജ് ചെയ്യേണ്ടത്. സോ ഒരാളോട് എന്ത് ചെയ്യാൻ പാടില്ല, ബയാസ്ഡ് ആവാൻ പാടില്ല. സോ അതുപോലെ ആയിരിക്കണം ഒരു പബ്ലിക് സർവൻറ്റ്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. റഫറിനോട് ട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗെയിം ഫെയർ ആണെന്ന് പറയുമോ, നമ്മൾ പറയില്ല അമ്പയർ ഒത്ത് കളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിം ഫെയർ ആയിട്ട് നമ്മൾ അംഗീകരിക്കില്ല. അത് തോൽവിയായിട്ട് നമ്മൾ അംഗീകരിക്കില്ല, അതൊരു വിജയമായിട്ട് നമ്മൾ അംഗീകരിക്കില്ല. സോ പബ്ലിക് സർവൻറ്റ് ഫെയർ അല്ലെങ്കിൽ പബ്ലിക്സിന് ട്രസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റിസ് ഫെയർ ആണെന്നും ജസ്റ്റിസ് ഡെലിവറി പ്രോപ്പർ ആണെന്നും ആളുകൾ വിശ്വസിക്കില്ല. ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ഇൻട്രൊഡക്ഷൻ ഇവിടെ ലിങ്ക് ചെയ്യാം. ഇനി ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നോക്കുന്നത് ഇമ്പാർഷ്വാലിറ്റി ആൻഡ് നോൺ പാർട്ടിസൺഷിപ്പ് എങ്ങനെയാണ് സിവിൽ സർവൻറ്റിൻ്റെ കോർണർ സ്റ്റോൺ ആവുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളതാണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇമ്പാർഷ്വാലിറ്റി ആൻഡ് നോൺ പാർട്ടിസൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അപ്ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ആർട്ടിക്കിൾ 14 ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വാലിറ്റി ബിഫോർ ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇക്വാലിറ്റി ബിഫോർ ലോ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നതാണ്. സോ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം നമ്മൾ MCC ഒക്കെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പാർഷ്വാലിറ്റി മസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അലൈൻ വിത്ത് കോർ എത്തിക്കൽ വാല്യൂസ് എന്ത് ചെയ്യണം,
ഇപ്പോൾ എത്തിക്കൽ വാല്യൂസ് ആയ ജസ്റ്റിസ്, ഫെയർനെസ് അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ വെർച്വ എത്തിക്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇമ്പാർഷ്യൽ ആയിരിക്കണം. അതുപോലെ ഇന്ത്യൻ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ ധർമ്മിക് ട്രഡീഷൻസിലേക്ക് സർവ്വസംഭവ നമുക്ക് എന്ത് ചെയ്യണം? ഇമ്പാർഷ്യൽ ആയിരിക്കണം. എല്ലാവരെയും ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യണം? സർവീസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇമ്പാർഷ്യൽ ആയിരിക്കണം. IAS ഓഫീസർ നമുക്ക് ആംസ്ട്രോങ്, പാമേൻ്റെ എക്സാമ്പിൾസ് നമുക്കിവിടെ എഴുതാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ അപ്ഹോൾഡിംഗ് ദ സിവിൽ സർവീസ് കോഡ് ഓഫ് എത്തിക്സിൻ്റെ കാര്യം നിങ്ങൾക്ക് പറയാം. സിവിൽ സർവീസിൻ്റെ കോഡ് ഓഫ് എത്തിക്സിൽ വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ ആണ് എന്ത്? ഇമ്പാർഷ്യൽ ആയിരിക്കുക. ലോയൽറ്റി ആരോട് മാത്രമായിരിക്കണം? കോൺസ്റ്റിറ്റ്യൂഷനോട് മാത്രമായിരിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ പ്രിവെൻറ്റിങ് അബ്യൂസസ് ഓഫ് പവർ. ഇമ്പാർഷ്യൽ ആയ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ബയാസ്ഡ് ആയ ഒരാൾ എന്ത് ചെയ്യും? ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. ദാറ്റ് വിൽ ലീഡ് ടു ഫർദർ കറപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എത്തിക്കൽ സ്ലിപ്പറി സ്ലോപ്പാണ്. വൺസ് നിങ്ങൾ ഒരു എത്തിക്കലി റോങ് ആയിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് പിന്നീട് എന്ത് ചെയ്യും? വീണ്ടും ഒരു സ്ലിപ്പറി സ്ലോപ്പ് പോലെ വീണ്ടും എന്ത് ചെയ്യും? ആ തെറ്റിൽ നിങ്ങൾ പോകും എന്നുള്ളതാണ്. സോ അതൊരു വലിയ പ്രോബ്ലം ആണ്. സോ നമുക്കിവിടെ ഒരു എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഹു കളക്ട് ഡിസാസ്റ്റർ റിലീഫ് സോൺലി ഓൺ ദ നീഡ്. ഓക്കെ, പൊളിറ്റിക്കൽ അഫിലിയേഷൻ നോക്കാതെ ആളുകൾക്ക് കൊടുക്കുന്നത് നമുക്ക് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ കാര്യത്തിൽ പറയാം. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവുന്ന സമയത്ത് ഇമ്പാർഷ്യാലിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വാല്യൂസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? രണ്ട് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ഡിലമ വരുന്ന സമയത്ത് നിങ്ങൾ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇവിടെ സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫീസറിന് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആണ്. അതുപോലെ തന്നെ മോറൽ കറപ്ഷൻസ് എന്ത് ചെയ്യാം? ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇമ്പാർഷ്യലായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി കറേജിയസ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യും? ആളുകൾക്ക് സെലക്റ്റീവ് ആയിട്ടല്ല നമ്മൾ റൂൾസ് എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടി മോറലി നമ്മൾ എന്തായിരിക്കും? ട്രൂത്ത്ഫുൾ ആയതുകൊണ്ട് വി വിൽ ബി ഹാവിങ് പീസ്. സോ അതുപോലെ തന്നെ ആളുകൾക്ക് അതുകൊണ്ട് എന്തുണ്ടാവും? മെയിൻറ്റെയിനിങ് പബ്ലിക് ട്രസ്റ്റ്. ലോങ് ടൈമിൽ ഇമ്പാർഷ്യലായ ഒരാളെ സംബന്ധിച്ചോളം പബ്ലിക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഇപ്പോൾ TN ശേഷനൊക്കെ ഇപ്പോഴും ഒരുപാട് ഒരു സിവിൽ സർവൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഓർത്തിരിക്കാറുള്ളൂ. എന്തുകൊണ്ടാണ്? അവരുടെ എത്തിക്കൽ ക്വാളിറ്റി ഡ്യൂറിങ് ദ സർവീസ്, അവർ എത്രത്തോളം ഇമ്പാർഷ്യലായിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക? നമ്മൾ ലോങ് ടൈം ആയിട്ട് ആളുകളെ ഓർത്തിരിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ പ്രൊസീജിയർ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പോയിന്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇത്രയും പോയിന്റ്സ് എഴുതാൻ കാരണം ഇത് നിങ്ങൾ ഇത്രയും പോയിന്റ് ആൻസറിൽ വേണമെന്ന് വിചാരിക്കരുത്. ആൻസറിൽ ഇത്രയും പോയിന്റ്സ് വേണ്ട. നിങ്ങൾക്ക് ഒരു 5 പോയിന്റ്സ് ഒക്കെ ആൻസറിൽ നല്ല ഇലുസ്ട്രേറ്റീവ് നല്ല എക്സാമ്പിൾസ് ഒക്കെയാണ്. 5 പോയിന്റ്സ് ഒക്കെ ധാരാളമാണ് ഈ ഒരു എത്തിക്സിൻ്റെ കാര്യത്തിലെ. കാരണം നമ്മളിവിടെ കൂടുതൽ പോയിന്റ് എഴുതാൻ കാരണം നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് പഠിക്കാൻ വേണ്ടിയിട്ടും. അപ്പം നിങ്ങൾക്ക് പല സമയങ്ങളിൽ നിന്ന് ചിലപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെൻറ്റ് പോയിന്റ്സ് പല ആൻസേഴ്സിൽ എഴുതുന്ന ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കൂടുതൽ പോയിന്റ്സ് ഇടാൻ നോക്കുന്നത് കേട്ടോ. സർവിങ് ആസ് എ റോൾ മോഡലായിട്ട് നമുക്ക് പറയാൻ പറ്റും. റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എത്തിക്കലി റൈറ്റ് ഇമ്പാർഷ്യൽ ആയ ആളുകൾ ഒരു ഓഫീസർ ഉണ്ടാകുമ്പം ഓട്ടോമാറ്റിക്കലി അവർ ജൂനിയേഴ്സ് ആയിട്ട് വരുന്ന ഓഫീസേഴ്സും കൂടുതലും എത്തിക്കലി റൈറ്റ് ആയിട്ടും ഇമ്പാർഷ്യൽ ആയിട്ടും ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ചുകൂടി എന്ത് ചെയ്യും? ട്രൈ ചെയ്യും, വിച്ച് ഈസ് ഓൾസോ ഗുഡ് അല്ലേ. അതുപോലെ തന്നെ ലോങ് ടൈം ക്രെഡിബിലിറ്റി. ഇപ്പം ഇതിൻ്റെ ഈ റോൾ മോഡലിൻ്റെ കാര്യത്തിൽ നമുക്ക് വിനോദ് റായിനെ പറ്റി എഴുതാൻ പറ്റും. ക്യാഗിൻ്റെ ഹെഡായിരുന്നു വിനോദ് റായിനെ പറ്റി എഴുതാൻ പറ്റും. അദ്ദേഹം ഹെഡായിരുന്ന സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് നോക്കാതെ, ഇപ്പോൾ സ്റ്റേറ്റ് ഭരിക്കുന്ന ചിലപ്പോൾ റൂളിംഗ് സെൻട്രൽ പാർട്ടി ആയിരിക്കാം, ചിലപ്പോൾ റീജിയണൽ പാർട്ടി ആയിരിക്കാം. ഏത് പാർട്ടി ആണെങ്കിലും സ്റ്റേറ്റ്സിനെ ഒരേപോലെ അക്കൗണ്ടബിൾ ആക്കിയിട്ട് ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് വിനോദ് റായ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോങ് ടൈം ലെഗസി ആൻഡ് ക്രെഡിബിലിറ്റി എന്ത് ചെയ്യും? സിവിൽ സർവീസിന് ഇത് കൂട്ടും എന്നുള്ളത് നമുക്ക് പറയാം. അതിന് എക്സാമ്പിൾസ് ഇടാം. പക്ഷേ ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി ഇമ്പാർഷ്യൽ ആയിരിക്കുന്ന ഒരു സിവിൽ സർവൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്ലീറ്റ്ലി ചിലപ്പോൾ ഇമ്പാർഷ്യൽ ആയിരിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. കാരണം എസ്പെഷ്യലി ഇമ്പാർഷ്യാലിറ്റി കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീലി ഇറ്റ്സ് കൈൻഡ് ഓഫ് എ കംപ്ലീറ്റ് റാഷണാലിറ്റി മാത്രമായി മാറും. ഇപ്പോൾ വെബറൊക്കെ പറയുന്നുണ്ട് റാഷണാലിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അയൺ കേജ് ഓഫ് റാഷണാലിറ്റിയിലേക്ക് പോവുകയും അവിടെ ഹ്യൂമെയിൻ ടച്ച് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാനും പാടില്ല. അപ്പോൾ ടൂ മച്ച് ഇമ്പാർഷ്യാലിറ്റി എന്തല്ല, നല്ലതല്ല. നമുക്ക് എന്ത് വേണം? പാർഷ്യാലിറ്റി വേണം. എന്തിനോടായിരിക്കും പാർഷ്യാലിറ്റി? ദർ ഈസ് എ കോൺസെപ്റ്റ് കോൾഡ് കമ്മിറ്റഡ് ബ്യൂറോക്രസി. അതൊരു കമ്മിറ്റഡ് ബ്യൂറോക്രസി കൊണ്ട് പറയുന്നത്, കമ്മിറ്റഡ് ബ്യൂറോക്രസി എന്ന് പറയുന്നത് അവർ ഇമ്പാർഷ്യൽ അല്ല. അവരെങ്ങോട്ടാണ്? ദേ ആർ committed for the cause of the people. Okay, so they are partial towards truth, they are partial towards people, so they are committed for the people need. അല്ലെങ്കിൽ there is a chance of policy paralysis. നമ്മൾ എന്ത് വളരെ ന്യൂട്രൽ ആയിട്ടിരിക്കുമ്പം നമുക്കത് ഒരു എഫക്റ്റീവ് ഒരു ആക്ഷൻ എടുക്കാതെ ഇരിക്കുക, അതുപോലെ തന്നെ പോളിസി അപ്പതിയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിമം ആയിട്ട് നമുക്കൊരു സിവിൽ സർവൻറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ എന്ത് വേണം? ഇമ്പാർഷ്യാലിറ്റിൻ്റെ കൂടെ തന്നെ എമ്പതി വേണം.
സോ നമുക്ക് ആളുകൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ആളുകളുടെ ഭാഗത്തിൽ നിന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റണം. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. അതുപോലെ ന്യൂട്രാലിറ്റി നമ്മൾ നോക്കരുത്. അതുപോലെ തന്നെ ആളുകളുമായിട്ട് എന്ത് ചെയ്യുക, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ നടത്തിയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം മെൻറ്റർഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ മെൻറ്റർഷിപ്പ്, പിയർ ഗ്രൂപ്പ് ലേണിംഗ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പറ്റും. ആൻഡ് ആസ് ദ സെക്കൻഡ് ARC പറയുന്ന പോലെ തന്നെ ന്യൂട്രാലിറ്റി ഓഫ് ദ സിവിൽ സർവീസ് ഈസ് ദ ഗ്യാരണ്ടി ഓഫ് ഫെയർനെസ് ഇൻ ഗവർണൻസ്. ഇമ്പാർഷ്യാലിറ്റി ആൻഡ് നോൺ പാർട്ടിഷൻഷിപ്പ് അപ്ലൈഡ് വിത്ത് ബാലൻസ്ഡ് ജഡ്ജ്മെൻറ്റ് ആർ എസെൻഷ്യൽ ഫോർ ദി പബ്ലിക് ട്രസ്റ്റ്. അപ്പോൾ ലോങ് ടൈം ആയിട്ട് ഒരു പബ്ലിക് ട്രസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ഇമ്പാർഷ്യലായിട്ട് ഒരാൾ ബിഹേവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് ഇന്നത്തെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പോയിൻറ്റും നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, എഴുതണമെന്നില്ല. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമ്പിൾസ് കൂടുതൽ കൊണ്ടുവരിക. നിങ്ങൾ പഠിച്ച എക്സാമ്പിൾസ് തന്നെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 5 പോയിന്റ് മതി. അവസാനത്തെ ആ ക്രിറ്റിസിസം വരുന്നതിലും ഒരുപാട് പോയിന്റ് 3-4 പോയിന്റ് എഴുതേണ്ട കാര്യമില്ല. ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി തീർക്കാം അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു സിവിൽ സർവൻറ്റ് എന്ന രീതിയിൽ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഒക്കെ എഴുതാം. ഇപ്പോൾ അവസാനത്തെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഗാന്ധിയുടെ പ്രിൻസിപ്പിൾ ഇല്ലേ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഓഫ് നമുക്ക് പറയാം എന്താണ്, ഗാന്ധി എന്താ പറഞ്ഞത്, എനി ഡിസിഷൻ ഒരു ബ്യൂറോക്രസി എടുക്കുന്ന സമയത്ത് പ്യൂറസ്റ്റ് ഓഫ് ദ പ്യുവറിനെ മനസ്സിൽ കണ്ടിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. വിച്ച് ഈസ് കോൾഡ് ഗാന്ധിസ് തലിസ്മാൻ അല്ലേ. സോ പ്യൂറസ്റ്റ് ഓഫ് ദ പുവറിന് വേണ്ടിയിട്ടായിരിക്കണം ഡിസിഷൻ എടുക്കുന്നത്. ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ആയിരിക്കണം ഒരു ബ്യൂറോക്രാറ്റ് ഫോളോ ചെയ്യേണ്ടത് എന്ന രീതിയിൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് എഴുതാൻ പറ്റും. സോ ഇതാണ് ഒരു ആൻസറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിനകത്തില്ലാത്ത പോയിന്റ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഗുഡ്. ഇനി ഇതിനകത്തുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് കൂടുതൽ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് പോയിന്റ് കളക്ട് ചെയ്ത് നിങ്ങൾ നോട്ട്സ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, താങ്ക് യു.